ഇന്ന് നമ്മള് സെക്കൻഡ് ഡേ 2 ഓഫ് ട്രിപ്പാണ്. അപ്പോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ഹംപിയിലാണ്. അപ്പോ പ്രണവ് മൃദുല ഏലിയാസ് ഇവനൊക്കെ വന്നിട്ട് എന്താണ് ഹംപിയിലെത്തിയിട്ട് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അത്ര ഇവൻ അല്ല ഗൈസ് നമുക്ക് വേഗം നടക്കാം. കാരണം ഇവിടെ കുറെ ചൊറ വർത്താനങ്ങൾ വരും. ഒരു ചൊറ വർത്താനം കേൾക്കാനല്ലോ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടത്. നമ്മള് പരമാവധി പ്ലേസ് പോണതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. അതാണ് എന്റെ ഒരു ഗോള്. നിങ്ങൾക്ക് അതാണ് കാണാൻ രസം. ഈ കളിയാക്കലും കുശുമ്പും കുന്നായ്മയും തരുന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഗൈസ് ഞാൻ ഈ നടന്നു വരുന്ന ടൈമിൽ നല്ലൊരു സ്പോട്ടുണ്ട്. നല്ല രസമുണ്ട്. നോക്കിയേ, ഇതൊക്കെ നോക്കിയാ നല്ല വലിയ മല ഗൈസ്. ഒരു പിച്ചും പേക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ മാന്യന്മാരായ ആൾക്കാർ ശല്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഏത് ട്രിപ്പ് വരുമല്ലോ. ആദ്യമായിട്ട് കുറച്ച് ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇത് നല്ല രസമുണ്ട് ഗൈസ്. ഇതൊക്കെ കണ്ടില്ലേ? ഇതെന്ന് വെച്ചാ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് ഇതെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയാ നടക്കാനൊന്നും പറ്റില്ലല്ലോ ഇത്രയും ദൂരം. വയസ്സായവർക്കൊക്കെ ഈ വണ്ടിയിൽ പോകാൻ പറ്റും. അതാണ് ഇങ്ങനത്തെ ട്രിപ്പിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഗുണം. അതിന് പൈസ കൊടുക്കണം, കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. പറയാ ഇതൊരു വൺ ടൈം വിസിറ്റ് ആണ്. ഹംപി എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും വന്ന് കാണണം. കാരണം ഇവിടെ എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്താ പറയാ കിഷ്കിന്ധകാണ്ഡത്തില് രാമായണത്തിന്റെ ടൈം ഉണ്ടല്ലോ, അപ്പുണ്ടായ അമ്പലങ്ങളായിരുന്നു. ആ അമ്പലങ്ങളൊക്കെ ഇപ്പൊ ഡിമോളിഷ്ഡ് ആക്കി. എന്ന് വെച്ചാൽ ഇപ്പൊ അത് കറന്റ് വർക്കിംഗ് ഒന്നുമില്ല, അവിടുത്തെ വിഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ആ അമ്പലത്തിന്റെ കൊത്തു വർക്ക്, ആർക്കിടെക്ചർ ഇന്നും കുറെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ആർക്കിടെക്ചറാണ് അവർ അന്നേ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം അത്രയും ഭംഗിയാണ്, അത്ര രസമാണ്. നമ്മള് നിന്ന് കഴിഞ്ഞാൽ എത്ര നേരം കുറെ നേരം നോക്കി നിന്ന് പോകും. അത്രയും ഭംഗിയാണ് കാണാം. ഒരു അടിപൊളി സ്ഥലം ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാ നോക്കൂ, എന്ത് നല്ല സ്ഥലമാണ് നോക്കിയേ. ഈ സ്ഥലം കണ്ട, ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു അമ്പലമാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. കാരണം അതിലത്തെ ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം കുറെ കൊത്തുപണികള് അത് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ ഒരു മരം കണ്ടു. മരം എന്ന് വെച്ചാൽ ഒരു വരാണല്ലോ, വരം എന്ന് വെച്ചാൽ ഒരു തണലാണല്ലോ. നമുക്ക് തണലത്ത് വേണമെങ്കിൽ പോയി കുറച്ച് നേരം ഇരിക്കാം. കുറച്ച് ചില്ലൻ വൈബിങ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഇരിക്കണില്ല. ബാക്കി കാണുന്ന കൊണ്ടും സമയത്തിന്റെ ഷോർട്ടേജ് കൊണ്ടും മാത്രമാണ് ഞങ്ങള് അവിടെ പോയി ഇരിക്കാതെ. അല്ലെങ്കിൽ ചില്ലൻ വൈബ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായിരുന്നു അത്. ഇതാണ് അമ്പലം. ഇതാണ് ശരിക്കും അമ്പലം. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും നിൽക്കുന്ന സ്ഥലത്തെത്തി. ഇനി ട്രിപ്പിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ചോദിക്കേണ്ടത്. ആദ്യം അനറ്റ് ഈ ട്രിപ്പിനെ കുറിച്ച് ഹംപിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൊള്ളാം, നല്ല വെയിലുണ്ട്. പിന്നെ വെള്ളം നല്ലതാണെന്ന് അറിയില്ല. ഇനി നമ്മൾ ഹംപി ആയിട്ടില്ല, ഇനി കുറെ പോകാനുണ്ട്. ആ വഴി പോണം. അതെ. ഹർഷ എന്താണ് ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാ? റിവ്യൂ ഒക്കെ പിന്നെ പറയാം. നീ ആദ്യം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്തായിരുന്നു? അതെ അത് ഞാൻ പറയാം. ഹലോ ഷിഫ ഒന്ന് ഈ ഹംപിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെയധികം നല്ല നൈസ് സ്പോട്ട്സ് ആണ് ഗൈസ്, ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ആക്ച്വലി. ടോണിക്ക് ഹംപിനെ കുറിച്ച് പറയാനുള്ളത്? Hampi, the beautiful, iconic state of Karnataka, has its own proud, and that is Hampi. ഒന്നും മനസ്സിലായില്ലെങ്കിൽ അടിപൊളി. പിന്നെ മീരൊന്നുണ്ട്, മീര ചാടക്കര എല്ലാവർക്കും അറിയാം. മീരയ്ക്ക് എന്താണ് ഹംപിനെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പർ. നിങ്ങളൊക്കെ ലേറ്റ് ആയിട്ട് ഞാൻ കവിത തരാൻ പറ്റില്ല. അപ്പൊ അതാണ് ഉണ്ടായ പ്രശ്നം. അതെന്തായാലും കട്ട് ചെയ്ത് കളയുന്നതാണ്. ഫയസ് എന്താണ് ഹംപിനെ കുറിച്ച് പറയാനുള്ളത്? ഇടയ്ക്ക് ഒരാൾക്ക് ഒരു പരിക്ക് പറ്റിണ്ടായിരുന്നു. പക്ഷെ അവളെന്നാലും അതൊന്നും കൽപ്പിക്കാതെ ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഐശ്വര്യയുടെ ഹംപിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഐശ്വര്യ, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വരുന്നവരുന്നു, മറ്റു സംഭവത്തിന് വരുന്നവരുന്നു. മറ്റു സംഭവം അത് പറഞ്ഞ നല്ലൊരു പോയിന്റായിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ ആയിരുന്നു. കാരണം ഭയങ്കരമായിട്ട് സമയം ലാഭിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മളങ്ങനെ വന്നില്ല. നമ്മളതുകൊണ്ട് സമയവും പോയി ചെയ്തു. സാർ ഹംപിനെ കുറിച്ചിട്ടുണ്ട് വാക്കുകൾ? Hampi അടിപൊളി. കൃഷ്ണയുടെ വ്ളോഗിന് എല്ലാവിധ ആശംസകളും. അല്ല അങ്ങനല്ല, കൃഷ്ണ ഇപ്പൊ ഹംപിയിൽ വന്നിട്ടുണ്ട്. മിസ് വന്നിട്ടുണ്ട്, ഞാൻ മാത്രല്ല. എല്ലാരും വന്നിട്ടുണ്ട്. കൃഷ്ണ പാലസ്. യെസ്. അപ്പൊ ഇനി എന്താ പറയണ്ടേ? ഹംപിയിൽ കണ്ട പ്ലേസിനെ കുറിച്ച് ചെറിയൊരു ഇത്. ഹംപി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അയ്യോ, നമ്മളൊരാളെ വിട്ടുപോയി. റോഹൻ ഹംപിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രണ്ടു വാക്ക്. ഹംപി കണ്ണനില്ല, കൊള്ളായിരുന്നു. ഹരി ഗൈസ്, ഇവൻ എന്തോ പിച്ചുമ്പേ കളിച്ചു പറഞ്ഞത്. ഹംപിനെ കുറിച്ച് ചോദിച്ചാൽ വേറെന്തോ കമ്പിക്കഥയാണ് പറയണ്ടായിരുന്നത്.
ഹംപി വളരെ മനോഹരമായ നല്ലൊരു സ്ഥലമാണ്. സോ ബ്യൂട്ടിഫുൾ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മില്ലിന തന്നെയാണ് പറയാനുള്ളത്. ഞാനാണ് പറഞ്ഞത് മുമ്പേ. സോ ബ്യൂട്ടിഫുൾ. സോ അല്ലെങ്കിൽ ജസ്റ്റ് ലുക്കിലേക്ക് പോകുന്നതാണ് ഇവരെല്ലാവരും പറയണത് ഹംപി. അലീന ഒന്നും പറഞ്ഞിട്ട് ട്രിപ്പിനെ കുറിച്ച് അലീന എന്താ പറയാനുള്ള ഹംപി? എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയില്ല, എന്തെങ്കിലും പറയണം. കൃഷ്ണ ഭയങ്കര എന്റർടൈനിങ് ആണ് ഗൈസ്. അതെ, എന്നെ കുറിച്ചല്ല ഹംപിനെ കുറിച്ച് പറയേണ്ടത്. കൃഷ്ണ ഉള്ളതുകൊണ്ട് ഹംപിയുടെ ട്രിപ്പ് വളരെ മെമ്മറബിൾ ആൻഡ് സ്വീറ്റ് ആയിരുന്നു. ആനന്ദിന്റെ തന്നെ ഹംപിനെ കുറിച്ച് പറയാനുള്ളത് വളരെ മനോഹരവും സൗന്ദര്യമായ ഒരു നല്ലൊരു സ്ഥലം. അത്രേ ഉള്ളൂ അല്ലേ? ആ ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ടെമ്പിൾ എന്ന് വെച്ചാൽ അതിങ്ങനെ ഇരിക്കും, കണ്ടു കഴിഞ്ഞാൽ ഔട്ടസുമ വെച്ചത് ഇങ്ങനെ ഇരിക്കും. നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ ടെമ്പിളാണ്. വേറെന്താ പറയാനുള്ളത്? വേറെ ചാച്ചു എന്താ അണ്ടം വിട്ട എന്താ പറയാ അണ്ണാനെ പോലെ നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ചാച്ചിനോട് ചോദിക്കാം, എന്താണ് ഹംപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയ്യോ ചാച്ചില്ലല്ലോ, ഹംപിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഹംപി ഒരു ഹംപി തന്നെയാണ്. ഹംപി വന്നില്ലേ നിങ്ങൾ ഹംപി മിസ്സാക്കും. അത്രേ ഉള്ളൂ. എന്താണ് പറയാനുള്ളത്? കണ്ടു തുടങ്ങിയുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. ഗൈസ് അടിച്ചണ്ണാക്കിൽ കിട്ടിയിരിക്കുകയാണ്. സി വല്ലപ്പോഴാണ് സ്കോർ ചെയ്യാറുള്ളൂ, പക്ഷെ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വയലിൽ ഇരിക്കേണ്ടി വരും. വേറൊന്നും പറയല്ല. ഇതാണ് ആ മോണ്യുമെന്റ്. നല്ല രസമുണ്ട് കാണാൻ പുറത്തുനിന്ന്. ഞാൻ എൻ്റെ ഒരു വലിയ ആകലെ എന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. എന്താ പറഞ്ഞാലും എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മോണ്യുമെന്റ് ഇതാണ്. പക്ഷെ സെൻറ്ററിൽ നിൽക്കണ സെൻറ്റർ ഓഫ് അട്രാക്ഷനായ മോണ്യുമെന്റ് എന്ന് വെച്ചാൽ ഇതാണ്. കണ്ട ഇങ്ങനെ ഇരിക്കും. നല്ല ഒരു രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള മോണ്യുമെന്റ്. അത് നല്ല ഇന്ന കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നോക്കി നിന്ന് പോകും. അത്ര നല്ല ഭംഗിയുള്ള കൊത്തുപണികളാണ്. അതും അന്തക്കാലത്ത് ഒരു പണി വെച്ചിരിക്കണത്. ഇതൊക്കെ ജോബ്രിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഹംപിനെ കുറിച്ച്? എടാ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ വലിയൊരു സംഭവമാണ് ഇത്. നമുക്ക് എവിടെയും കാണാൻ കിട്ടാത്ത ഒരു സംഭവമാണ്. പക്ഷെ ഇവിടുത്തെ പണ്ടാര് വെയിലാണ്. ഇതാണ് പരുന്തിന്റെ തോല്. അതിനെന്താ ഇവിടെ പ്രസക്തി? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഹിയർ. ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇവരുടെ വക ഫോട്ടോഷൂട്ടൊക്കെയാണ് അതിൻ്റെ ഇടയിലുള്ളത്. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വരുന്നുണ്ട്. ഡാൻസ് കളിക്കുന്നുണ്ട് ഹരി അതിൻ്റെ ഇടയ്ക്ക്. ഹരിയുടെ ഡാൻസ് കണ്ടിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ എന്തായാലും കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. ഗൈസ് ഇതാണ് ആ അമ്പലങ്ങളുടെ ഇതൊക്കെ കാണിച്ചേക്കണത്. അമ്പലമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതിനിടയ്ക്ക് അനീസ് ഓടിപ്പോണ്ട്. നമുക്ക് അനീസ് നമ്മുടെ 90-ാം നൂറ്റാണ്ടുകൾ മുതലുള്ള ഏറെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഹംപി എന്നറിയപ്പെടുന്നത്. അവിടെ രാജാക്കന്മാരുടെ കാലം മുതൽ അതിമനോഹരമായ രീതിയിൽ ഇപ്പോഴത്തെ ഉള്ള കെട്ടിടങ്ങളെക്കാൾ വാക്കുകൾ ചുരുക്കി പറയാൻ പറ്റുമോ? നിലവാരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ രീതിക്കാണ് ഇവിടുത്തെ ഓരോ ആർക്കിടെക്ചറുകളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ഒന്ന് വൺ ടൈമെങ്കിലും നമ്മുടെ ലൈഫ് ടൈമിൽ വന്ന് ഇത് വിസിറ്റ് ചെയ്ത് അതിന്റെ ഔദ്യോഗികത്വം നമ്മൾ അറിയിക്കേണ്ടതാണ്. എന്തോ രാജകീയ ഹരീസ് പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായി. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയാ സിദ്ധാർത്ഥി നോക്കിയേ. സിദ്ധാർത്ഥി എന്ന് വെച്ചാൽ ഗേൾസിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. ഗൈസ് ജോബ്രിനും സിദ്ധാർത്ഥി ഇങ്ങനെ നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വശപ്പിച്ച് തോന്നുന്നത് നിങ്ങളുടെ കണ്ണുകളുടെ പ്രശ്നം മാത്രം, അവർ തമ്മിലൊന്നുമില്ല. അതാണ് ഹരിയുടെ വെറും കണ്ണിന്റെ കുഴപ്പം മാത്രമാണ്. അത് ചില തിണ്ടികളുടെ മനസ്സങ്ങനെയാണ്. മനസ്സങ്ങനെ ഉണ്ടാകുന്നവർക്ക് നല്ല മനസ്സിന്റെ ഓരോ അവരെല്ലാം തിങ്കിങ് വേറെ വ്യത്യാസമാണ്. അവരാണ് മുതലാളി. സൂം ചെയ്ത് കാണിച്ചു തരാം. ചിന്തകൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ അമ്പലാണ്. ഈ അമ്പലം ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റണമെന്ന് പറഞ്ഞൂടാ, കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ അമ്പലം. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ അമ്പലം തന്നെ. എനിക്കൊന്ന് അറിഞ്ഞൂടെ ഈ അമ്പലങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ. അമ്പലങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും ആരാധനാലയങ്ങളാണല്ലോ. ആരാധനാലയം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലം. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കൽ തന്നെയാണ്, വേറെ ഒരു പരിപാടിയൊന്നും നടക്കണ്ടാവില്ല. പിന്നെ നമ്മളൊരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കുറവാണ്, പക്ഷെ എന്താ പറയുക രസമുണ്ട്. നല്ല തണുപ്പും ഇതൊക്കെ ഉണ്ട്. മറ്റേ തണുപ്പ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ രസമുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് നമുക്ക് കയറി പോവാം. നമ്മൾ എന്താ പറയുക ഗുഹയുടെ ഉള്ളിൽ കയറാൻ പോവാണ്. ഉള്ളിൽ എന്താ ഉണ്ടാവണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. അതാണ് വെച്ചാൽ അഭിപ്രായം. ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് രണ്ടാൾക്കാർ വരുന്നുണ്ട്. രണ്ടുപേര് ഗുഹയുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് ഹംപിയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹംപി നല്ല സ്ഥലമാണ്. ഹംപി ഈസ് വെരി ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. അതെ എല്ലാവരും പറഞ്ഞാണ്. വേറെ എന്തെങ്കിലും പറയണ്ട? വേറെ ഒന്നുമില്ല.
പിന്നെ ഇതെന്ന് വെച്ചാ ഒന്നുമില്ല. ഇതിന്റെ ഉള്ളിലേക്ക് ഗൈസ് വ്ളോഗ് ചെറുതായിട്ട് തെന്നി വീഴാൻ പോയി. ഇതൊന്നുമില്ല, ഇതില് വെറുതെ ഒരോട്ട, അല്ലാണ്ടൊന്നുമില്ല. ഇവിടുന്ന് പോവാണ്, ഇവിടുന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതാണ് നമുക്കുള്ള അഭിപ്രായം ഗൈസ്. അപ്പൊ എന്താ പറയാ, കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട്, എന്താന്ന് പറഞ്ഞൂടെ, എന്റെ ഫാൻ ബേസ് അത്രയുണ്ട്. അതാണ് അതിന്റെ കാരണം ഗൈസ്. എന്താണ് പറയാനുള്ളത് ഗൈസ്? ഇവിടെ നമ്മള് ഹംപിയിൽ വന്നപ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച കാണുന്നത്. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണു. നോക്ക് ഗൈസ്, ഐശ്വര്യനെ കണ്ടില്ലേ, സഹായ മനസ്കരണനായ പ്രണവ് ഉന്തിക്കൊണ്ട് നടക്കണത്. പക്ഷെ ഉന്താൻ അറിയില്ല എന്നുള്ള ഒരു ഇത് നമുക്കറിയായിരുന്നു. സത്യം പറഞ്ഞ പ്രണവിനെ മര്യാദയ്ക്ക് ഉന്താനൊന്നും അറിയില്ല, വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കണാണ്. ഇതൊരു ക്രൂരമായ ഫോട്ടോഗ്രാഫിയാണ് ഈ മിഥുൻ എടുക്കണേന്ന് നോക്കി ഗൈസ്. ഒരാള് വേദനിച്ച് കിടക്കുമ്പോ അതിന്റെ ഫോട്ടോഗ്രാഫി എടുത്ത് സന്തോഷിക്കുകയാണ് ഇവൻ. അതാണ് കാര്യം. നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആള് വന്നിരിക്കുകയാണ്, ഫിനാനോട് ഹംപിനോട് അഭിപ്രായം അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. പറ ഹംപിനോട്. ഹംപി വളരെ നല്ലൊരു ഇതാണ്. ഈ എന്നുള്ളതാണ് ഈ പ്രശ്നം, ഇത്സലത്തിന്റെ ആകെയുള്ള ഒരു പ്രശ്നം. അത് വേണ്ട അശ്വിൻ പറ. ഈ സ്ഥലം, ഇതുപോലത്തെ മനോഹര സ്ഥലം ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. ഹിസ്റ്റോറിക്കലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫിനാന് ഹിസ്റ്ററിയുടെ സ്പെല്ലിംഗ് പോലെ അറിഞ്ഞൂടാ, പക്ഷേ ഹിസ്റ്റോറിക് എന്നൊക്കെയാണ് പറയണത്. ഹംപി എന്ന് പറയുന്നത് ഭയങ്കര ഹിസ്റ്റോറിക് ഫിനാൻ ആദ്യം പ്രശ്നം തന്നെ ഹിസ്റ്ററിയിൽ മാഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഈ വന്ന് നാട് വേറെ കോമഡി ഉണ്ട്. ഇന്ന് ഇവര് രണ്ടുപേരും കൂടി ഇന്ന് അപ്പി ചവിട്ടിരിക്കുന്നു. അതുകൊണ്ട് നാറിയിട്ട് വയ്യ, അത് വേറെ കാര്യം. ഫിനാൻ വന്നപ്പന്നെ മോട്ടറക്കി തുടങ്ങിയാണ്. ഫിനാൻ വന്നപ്പന്നെ എന്നോട് തല്ലൂടിയിട്ട് എന്താ ഉണ്ടായെന്ന് എന്നുവെച്ചാൽ അവന് ഫോട്ടോ എടുക്കാൻ പറ്റില്ലാന്ന്. ഞാനവനും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കായിരുന്നു. പക്ഷെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവന്റെ ഷൂവിന്റെ ഇതുമ്പോ ചവിട്ടി, ചവിട്ടി ഫുൾ അലമ്പായി ഗൈസ്. അപ്പൊ എന്താ പറയാ, ഫിനാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഫിനാനോട് നമുക്ക് ചോദിക്കാം എല്ലാ കാര്യങ്ങളും. ഫിനാൻ എന്തിനാ പറയാനുള്ളത്, അലമ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ട്രിപ്പാണ്. എന്നിട്ട് ഈ കളി കളിക്കുന്നത്, ഈ കെട്ടിയിട്ടിട്ട് നമ്മൾ വന്നിരുന്നെങ്കിൽ ട്രിപ്പ് അടിപൊളിയാവുമായിരുന്നു. ഈ എല്ലാം കുളം തോണ്ടി എല്ലാം ഒരു ഗുണമില്ലാത്ത ഒരു ട്രിപ്പാക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ്. അത് ഞാനൊന്നുമില്ല ട്രിപ്പ് ഗുണമില്ലാണ്ടാക്കിയത്, ഗുണ ഇല്ലാണ്ടാക്കിയത് മൊത്തം ഫിനാനായിരുന്നു. നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഈ ട്രിപ്പിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഫിനാനായിരിക്കില്ല. നിങ്ങളെന്താ അഭിപ്രായം? അതെ ഗൈസ്, എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ഫിനാൻ മനസ്സിലായല്ലോ. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആണ്. എന്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം. നോക്കിയേ 8 by ഔട്ട്ഫിറ്റ് ഔട്ട് ഓഫ് 10 എത്ര ഉണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, കമന്റ് ബോക്സിൽ.